ഞാൻ മാറ്റി തരൂല. ഓടി 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 തളർന്ന് വീട്ടിലെത്തിയിട്ട് പറയും, എന്ത് ഇങ്ങനെ ഓടുന്നുണ്ടെന്നല്ലാണ്ട് ഒന്നും കാണുന്നില്ലല്ലോ. എന്നാ ചില ആൾക്കാരെ നോക്കി 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കും. രാവിലത്തെ വൈകുന്നേരത്തെ അദ്കാറൊക്കെ കൃത്യമായി പള്ളിയിൽ ഇരുന്ന് പൂർത്തിയാക്കും. കുടുംബക്കാരെ കാണാൻ പോകും, ഉമ്മാടുത്ത് പോകും, ഉപ്പാടുത്ത് പോകും, ചെയ്യേണ്ടതെല്ലാം ചെയ്യും. അതേസമയം അൽഹംദുലില്ലാഹ് നല്ല റാഹത്ത്. ചില ആൾക്കാർക്ക് ഉപ്പാനും ഉമ്മാനെയും കാണാൻ പോലും സമയം ഉണ്ടാവില്ല. ഓട്ടത്തിലാണ്, ജോലിയിലാണ്. പക്ഷെ മാസം ലാസ്റ്റ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞ ബിരിയാണി വിൽക്കുന്നുണ്ടാവും, നമ്മളവർക്ക് എന്തായിട്ടുണ്ടാവും, കന്നിയും വേറുമായിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം, നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ 2 കൈകളും ഞാൻ ജോലി ഭാരം കൊണ്ട് നിറക്കും. പിന്നെ ഒന്നിനും സമയം കിട്ടില്ല. കുറച്ച് സമയം ഒഴിവാക്കി എടുക്കാനാ പറഞ്ഞത്, അതിനെനിക്ക് സമയം കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യും, ജോലി കൊണ്ട് തിരക്കാക്കുന്നില്ല. പിന്നെ ഒന്നിനും സമയം, നിസ്കരിക്കാൻ പോലും ചിലപ്പോ സമയം കിട്ടില്ല. അങ്ങനെ ഓടിക്കുറവ് അല്ലാഹു കാക്കട്ടെ. അതൊന്നും നല്ലതല്ല. പുറത്തുനിന്ന് നോക്കിട്ട് നമുക്ക് എന്താ മനസ്സിലാവാം. ഖാറൂൻ ഒരു ദിവസം ഖാറൂൻ അവന്റെ എല്ലാ പ്രതാപ പ്രൗഢിയോടും കൂടി മാർക്കറ്റിലേക്ക് തന്നെ വന്നു. ആ വിലപിടിപ്പുള്ള വസ്ത്രവും ആഭരണവും അവന്റെ കുതിരയും അതും ഇതും പരിവാരങ്ങളും ഒക്കെ ആയിട്ട് വന്നു. അപ്പൊ ചില ആൾക്കാർ നോക്കിയിട്ട് പറഞ്ഞു, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഇവന്റെ ഒരു ഭാഗ്യം. നമ്മൾ വിചാരിക്കില്ല, പുറത്തുനിന്ന് നോക്കിയിട്ട് നമ്മൾ വിചാരിക്കാം. പക്ഷെ ഓൻ രാത്രി ഉറങ്ങുന്നുണ്ടല്ലോ, നമ്മൾ അറിയുന്നില്ല. ഈ ഖാറൂന് കിട്ടിയ പോലെയൊക്കെ നമുക്കൊന്ന് കിട്ടിയില്ലെങ്കിൽ എന്ന് കുറച്ച് ആൾക്കാരെ പറഞ്ഞു. ഖുർആനാണ് ഇത്, വെറുതെ പറഞ്ഞ കഥയല്ല. അങ്ങനെ അവര് പറഞ്ഞിട്ടുണ്ട്. അന്നേരം കുറച്ച് ഇൽമുള്ള ആളുകൾ അവരോട് പറഞ്ഞു, അങ്ങനെ ആഗ്രഹിക്കണ്ട കേട്ടോ. ഖാറൂന് കിട്ടിയ പോലെ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കണ്ട, കുടുങ്ങിപ്പോകും. ഖാറൂൻ കുടുങ്ങിയിട്ടുണ്ട്, അതേപോലെ കുടുങ്ങിപ്പോകും. കുറച്ച് ദിവസം കഴിഞ്ഞു. അന്നേരമാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാറൂനോട് സക്കാത്ത് ചോദിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ എന്ത് പറഞ്ഞു? ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഞാൻ ഉണ്ടാക്കിയ സ്വത്ത് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം മൂസ, നീ ചോദിക്കാനൊന്നും വരണ്ട. അള്ളാഹു തീരെ പിടിച്ചില്ല. ഫഖസഫ്നാ ബിഹി വബിദാലിഹിൽ അർദ്. ഓനെയും ഓന്റെ കൊട്ടാരം അടക്കം ഭൂമി വിളി. ആ സമയത്ത് അള്ളാഹു പറയാണ്, വഖാലല്ലദി, ഇന്നലെ ഖാറൂനെ കണ്ടിട്ട് ഓന് കിട്ടിയ പോലെ നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ആൾക്കാർ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഓ ഓന് കൊടുത്ത പോലെ തരാതിരുന്നതിൽ അല്ലാഹുവിനെ സ്തുതി. നമ്മൾ പുറമേ കാണുള്ളൂ ആൾക്കാരുടെ തിരക്ക്, അവന്റെ പ്രൗഢി, അവന്റെ ഓട്ടം, അവന്റെ ചാട്ടം. പക്ഷേ അവനോട് ചോദിക്കണം അവന്റെ മനസ്സിന്റെ അവസ്ഥയെ സംബന്ധിച്ച്. നിസ്കരിക്കാൻ പോലും ടൈമില്ല. സുബഹിസ്കാരം കിട്ടാത്ത എന്തുകൊണ്ടാണ്? നമ്മളെന്താ കാരണം പറയാം? പൊതുവെ രാത്രി കിടക്കാൻ ലൈറ്റ് ആയി പോയി. എവിടെയായിരുന്നു? പണിയുണ്ടായിരുന്നു ഓഫീസിൽ. ഒരു മീറ്റിംഗ് കഴിഞ്ഞു. മീറ്റിംഗ് കൂടി 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 അവസാനം 12 മണിയായി. പലപ്പോഴും ചോറ് വിഷയം 1 മണിയായി. സുബഹി തീർക്കാം 4:50 ഉറങ്ങിപ്പോയി. ഇതാ മനുഷ്യന്റെ അവസ്ഥയാ പറയുന്നത്. ഇവരെ സംബന്ധിച്ചാണ് അള്ളാഹുവിനെക്കുറിച്ച് ഈ ഹദീസിൽ പറഞ്ഞു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വേറെ കാര്യമുണ്ട്. ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ഒഴിവാക്കാൻ തയ്യാറായാൽ അള്ളാഹു നല്ല തൗഫീഖ് തരട്ടെ എനിക്കും നിങ്ങൾക്കും എല്ലാം. അതായത് അള്ളാഹുവിനെ നമ്മൾ അങ്ങനെ പരിഗണിച്ചാൽ തീർച്ചയാണ് അള്ളാഹു നമ്മളെ പരിഗണിച്ചേക്കും, ഒരു സംശയമില്ല. കാരണം അള്ളാഹു കരീമാണ്. കരീമായിട്ട് അള്ളാഹു നമുക്ക് അവനെ പറ്റി പറഞ്ഞിരുന്നു. മാന്യൻ. മാന്യത എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് കൊടുക്കുമ്പോ ഇങ്ങോട്ട് തരുന്നത്. ഇവൻ എന്നെ പരിഗണിക്കുന്നുണ്ട്, എന്നെ കുറച്ചൊന്ന് ഗൗനിക്കുന്നുണ്ട്, വില വെക്കുന്നുണ്ട് എന്ന് കണ്ടാൽ തിരിച്ച് അതേപോലെ പെരുമാറും. പിന്നെ 5 മണിക്കൂർ ചെയ്യേണ്ട ഡ്യൂട്ടി 1 മണിക്കൂർ ചെയ്താൽ മതി, വീട്ടിലേക്കുള്ളത് കിട്ടും. അതാ വർക്കത്ത്. കൂടുതലല്ല, കൂടുതൽ അള്ളാഹു തരൂല. ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു തരുന്നത് ബർക്കത്താണ്. ബർക്കത്താണ് നമുക്ക് ആവശ്യം.
ബർക്കത്താണ് നമ്മൾ അല്ലാഹുവോട് ചോദിക്കേണ്ടത്. ഇതിനകത്ത് ദുആ തന്നെയല്ലേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ. അല്ലാണ്ട് എന്തല്ല അക്സിർ ലനാ എന്നല്ല, നീ തന്നതിനെ വർദ്ധിപ്പിച്ച് താൻ റസൂൽ ദുആ ചെയ്തിട്ടില്ല, നീ തന്നതിൽ ബർക്കത്ത് ചെയ്ത് താ. എന്താ കാര്യം അറിയോ? 100 രൂപ കൊണ്ട് 1000 രൂപ കൊണ്ടുള്ള ആവശ്യങ്ങൾ നടക്കും. അതാണ് ബർക്കത്ത്. അപ്പൊ ഹിസാബ് എത്രയേ ഉണ്ടാവുള്ളൂ? 100 ഹിസാബേ ഉണ്ടാവുള്ളൂ. നമ്മൾ ജീവിച്ചതോ 1000ന്റെ ജീവിതമായിരിക്കും. അതാ ബർക്കത്തിന്റെ പ്രത്യേകത. നിഅമത്തുകളെ കൂട്ടി ചോദിക്കാം അല്ലാഹുവോട്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിഅമത്ത് കൂട്ടി തന്നാൽ എന്തുണ്ടാവും? ഹിസാബ് ഉണ്ടാവും. ബർക്കത്തിന് ഹിസാബ് ഉണ്ടാവില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അധികാരം ചോദിച്ചു അല്ലാഹുവോട്. മുൽക്കൻ ലാ യൻബഗി ലിഅഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം വേറെ ഒരാൾക്കും കിട്ടാത്ത അധികാരം നീ എനിക്ക് തരണേ. അല്ലാഹു കൊടുത്തു. ലോകം മുഴുവൻ അടക്കി ഭരിച്ചു. ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെയും ജിന്നിനെയും പക്ഷികളെയും ജീവജാലങ്ങളെയും ജന്തുക്കളെയും മുഴുവൻ ഭരിച്ചു സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ നാളെ ആഖിറത്തിൽ ഇത് മുഴുവനത്തിനും ഹിസാബ് പറഞ്ഞിട്ടേ അങ്ങോട്ട് പോകാൻ പറ്റൂ. നിഅമത്താണ്, നിഅമത്തിന് ഹിസാബ് പറയണം. അതുകൊണ്ട് അമലുകൾ ഈ പറഞ്ഞതൊന്നും നിങ്ങളല്ല കേട്ടോ, ഇതെല്ലാം ഞാൻ എന്നെ പറഞ്ഞതാണ്. ഇതൊന്നും അയാൾ ഖതീബല്ല, അയാള് പിന്നെ പരിശുദ്ധാത്മാവല്ലെന്ന് വിചാരിക്കണ്ട. ഇതെല്ലാം നമുക്കുള്ള സ്വഭാവമാണ്. ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാണ്. എല്ലാവരും നന്നാവണം, അമലുകൾ വേണം, ഇബാദത്തുകൾ വേണം. ദീനിന് വേണ്ടി സമയം ഒഴിവാക്കി എടുക്കാൻ ശ്രമിച്ചേ പറ്റൂ. ആ പരിഗണന കൊണ്ടെങ്കിലും അല്ലാഹു തിരിച്ച് നമ്മളെ ഇങ്ങോട്ട് പരിഗണിച്ചാൽ രക്ഷപ്പെട്ടു. അമലുകൾ വെച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ അവകാശവാദം പറയാൻ നമുക്കാർക്കും സാധിക്കില്ല. ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട്, അവിടെ ഇന്ന കൂലി കിട്ടുമെന്നാ നീ പറഞ്ഞത്, ആ ഇന്ന കൂലി താ എന്ന് അല്ലാഹുവിനോട് വാശി പിടിച്ച് അല്ലാഹു പറയുന്നത് നീ ചെയ്തു എന്ന് ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ട്. അത് നോക്കിയാൽ ഒന്നിനുണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളെ നാളെ ആഖിറത്തിൽ കൊണ്ടുവരും. അയാൾക്ക് നല്ല ദാഹമുണ്ട്, നല്ല ദാഹമുണ്ട്. സദഖയുടെ ഫളായില് പറഞ്ഞതാണ്, ഒരു ഗ്ലാസ് വെള്ളത്തിന് അല്ലാഹു വിലയിടും. എന്തായിരിക്കും വില? എന്തായിരിക്കും അറിയാം? നീ ദുനിയാവിൽ നിനക്ക് കിട്ടിയതും നീ സമ്പാദിച്ചതും നീ ആസ്വദിച്ചതും എല്ലാം തരികയാണെങ്കിൽ എന്ത് കിട്ടും? ഒരു ഗ്ലാസ് വെള്ളം നിനക്ക് കുടിക്കാൻ കിട്ടും. സുബൈ പറഞ്ഞു, അത് കൊടുക്കാൻ അവൻ തയ്യാറാണ്. അതായത് ഒറ്റ ഗ്ലാസ് വെള്ളത്തിനുള്ള വിലയാണ് എന്ത്? 60-70 കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ചുണ്ടാക്കിയത് മുഴുവൻ. അങ്ങനെ ദാഹം തീർന്നു, അതിന് സ്വർഗത്തിൽ പോണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ ചെയ്തെന്തെങ്കിലും തരണം. ഇനി എന്താണ്? ഒരു ഗ്ലാസ് വെള്ളത്തിനെല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇനിയൊന്നുമില്ല. അതുകൊണ്ട് അമലുകളുടെ അവകാശം പറഞ്ഞിട്ട് പോയാൽ സംഗതി നടക്കൂല. ചെയ്തിട്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുക, എന്നിട്ട് കരുണ തോന്നിക്കുക നമ്മളോട്. അങ്ങനെ പാസ്സാക്കി പോകേണ്ടി വരും. അതേ പറ്റൂ. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അനി പറയുന്നത് കൊണ്ടറിയോ, അമലുകൾ പരിശുദ്ധ ഖുർആന്റെ ചില ആയത്തുകൾ ഓതുമ്പം നമ്മളൊക്കെ അവസ്ഥ വലിയ അപകടത്തിലാണ്, വലിയ അപകടത്തിലാണ്. ഈ സ്വർണ്ണപ്പണിക്കാറില്ല, എന്താ പറയാ, തട്ടാന്റെ ഇപ്പൊന്നുമില്ല, പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഈ തട്ടാന്മാര് സ്വർണ്ണം അടിക്കും, ഇടിക്കും, ശരിയാക്കും, മാലയാക്കും, വളയാക്കും. ഇത് കഴിഞ്ഞിട്ട് പീടിയ പൂട്ടുമ്പോ തട്ടാൻ എന്ത് ചെയ്യും? ഫുള്ളൊന്ന് അടിച്ചു മാറും. അയാളെ മുറിയും അയാളെ വരാന്തയും എന്നിട്ട് ആ മണ്ണും കാട്ടവും എല്ലാം കൂടി എടുത്തിട്ട് അവർക്ക് പോവാം. ചില ആളുകൾ അയാളുടെ മുറ്റം മണ്ണ് കൊണ്ടിട്ട് അടിച്ചു മാറും. അങ്ങനെ മണ്ണെല്ലാം കൂടി കൂട്ടിയിട്ട് സഞ്ചിയിലാക്കിയിട്ട് കൊണ്ടുപോകും. ഇപ്പൊ പോയിട്ട് എന്താവും? അതെല്ലാം കഴുകി വെള്ളം വെച്ച് ഇങ്ങനെ കുലുക്കി 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 കൊണ്ടുപോകുന്ന കാണുമ്പോ ചാക്കിൽ എന്താ ഉള്ളത്? പുറത്തുനിന്ന് നോക്കുന്ന ചാക്ക് കെട്ട് മൊത്തം കൊണ്ടുവന്ന് നോക്കി. ഇവൻ പുരക്ക് പോയിട്ട് അരിയിച്ചെടുക്കുമ്പോ എന്തെങ്കിലും ഒരു പൊടി കിട്ടിയാലായി. നമ്മുടെ വിചാരം എപ്പോഴും നമ്മുടെ ദുനിയാവില്
ഈ ചാക്കിൽ കൊണ്ട് പോകുന്നത് പോലെ ഉറച്ചുകൊണ്ട് ചാക്കിൽ. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ എത്തി ഒന്ന് പരിശോധിച്ച് കൃത്യമായിട്ട് ഒരു കുഞ്ഞിന്റെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയാൽ ചിലപ്പം ഒരു തുണ്ടുണ്ടെങ്കിലായി, ഇല്ലെങ്കിലില്ല. ആ ഫിക്ർ എപ്പോഴും വേണം. അതിനർത്ഥം ദുനിയാവ് വേണ്ട, ദുനിയാവിന് വേണ്ടി അധ്വാനിക്കണ്ട, ദുനിയാവ് ഒന്നുമല്ല. അതെല്ലാം വിവാദത്താണ്. ഇന്നമല്ല അമാലും പിന്നെ റബ്ബ് ചെയ്യാൻ പറഞ്ഞതിനെ കൊണ്ടാണ്. സമ്പാദിക്കാം, ഒരു പ്രശ്നമില്ല, പൈസ ഉണ്ടാക്കാം ഹലാലായ വഴിയിൽ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ സംഗതി ഒന്നും മറന്നു പോകരുത്. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട വളരെ പ്രസിദ്ധമായ വളരെ ദൈർഘ്യമുള്ള ഒരു നീണ്ട ഹദീസാണ് ഈ നബവി റഹിമഹുല്ലാഹ് അർബഊന നബവിയിൽ രണ്ടാമത്തെ ഹദീസായി കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ച് തുടങ്ങി നോക്കാം. അൽ ഹദീസു الثاني عن عمر رضي الله تعالى عنه ايضا قال. ആദ്യത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി ആരാ? അദ്ദേഹം തന്നെ വീണ്ടും റിപ്പോർട്ട് ചെയ്യും. قال بينما نحن جلوس عند رسول الله صلى الله عليه وسلم ذات يوم. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ദിവസം ഇരിക്കുകയായിരുന്നു. വലിയ ഭാഗ്യമാണ് സഹാബാക്കൾക്ക് കിട്ടിയ ഭാഗ്യം. പെട്ടെന്ന് നമുക്കിടയിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഒരാൾ വന്നു എന്നല്ല പറഞ്ഞു, കാരണം വന്ന് അവർ കണ്ടില്ല. നമ്മുടെ ഈ കാലത്തൊക്കെ ആരെങ്കിലും അവിടെ നിന്നൊക്കെ വരാം. നമുക്ക് മറകളുണ്ട്. അന്ന് എന്തില്ല, മറകളില്ലല്ലോ, ബിൽഡിങ്ങുകളില്ല. അവിടെ തന്നെ വരുന്നത് അവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാളുണ്ട് അവരുടെ ഇടയിൽ ഇരിക്കുന്നു. ഇത് ഒരാൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ ഒരു പ്രത്യേകത ധരിച്ചിരിക്കുന്ന വസ്ത്രം നല്ല വെളുത്ത കട്ടിക്ക് വെളുത്ത വസ്ത്രം. അദ്ദേഹത്തിന്റെ മുടിയും താടിയും രോമങ്ങളും ഒക്കെ നല്ല കട്ടിക്കറുപ്പ്. ഇതാണ് ആ വന്ന വ്യക്തിയുടെ അടയാളം. ആ വന്ന ആളിൽ കാണാനും പറ്റുന്നില്ല അസറുസഫരി, യാത്രയുടെ അടയാളം. ആ കാലത്ത് ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ വന്നാൽ തന്നെ പൊടിക്കാറ്റടിച്ച് താടിയിലും മുടിയിലൊക്കെ പൊടിയായിട്ടുണ്ടാവും, വസ്ത്രം അഴുക്കായിട്ടുണ്ടാവും. അതൊന്നുമില്ല. എന്നാലോ അയാളെ അറിയുകയുമില്ല മിന്ന നമ്മളിൽപ്പെട്ട അഹദുൻ ഒരാൾക്ക്. ഒന്നുകിൽ മദീനക്കാരനാവണം, ഈ കോലം കണ്ട അടുത്തുനിന്ന് വന്ന ആളാവണം. മദീനക്കാരനാണെങ്കിൽ നമുക്കറിയണ്ടേ? നമുക്കറിയൂല. എന്നാ പിന്നെ ദൂരത്തുനിന്ന് നേടുന്നു നമുക്ക് അറിയാത്ത നാട്ടിൽ നിന്ന് വന്ന ആളാവണം. ആ വന്ന അടയാളം കൊണ്ട് കാണാനും ഇല്ല. അപ്പൊ പെട്ടെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഒരാൾ നമ്മുടെ മുമ്പിൽ ഈ പറഞ്ഞ അടയാളത്തോടു കൂടി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത് വന്ന് ഇരുന്നു. നേരത്തെ നമ്മൾ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ ഇരുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഇൻദ റസൂലില്ലാ എന്നാണ്. അതിങ്ങനെ ഇരിക്കുന്നതിന് പറയാം. അതേ സമയത്ത് ജിബ്രീൽ ഈ വന്ന ആള് വന്നിരുന്നതിനെ പറ്റി പറഞ്ഞപ്പോ പറഞ്ഞു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിനോസി റഹ്മഹുല്ലാഹ് പറഞ്ഞു അത് തൊട്ടടുത്ത് വന്നിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ. എന്നിട്ടോ فأسند ركبتيه إلى ركبتيه. ഈ വന്ന ആളുടെ രണ്ട് മുട്ടുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ടിനോട് ചേർത്ത് വെച്ചു. അപ്പൊ എങ്ങനെ ഇരിക്കുന്നുണ്ടാവുക? ഇങ്ങനെ തശഹുദിലെ ഇരുത്തം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ മുട്ട് എന്ത് ചെയ്തു? മുമ്പിൽ വന്ന് നിന്നിട്ട് രണ്ട് മുട്ടും ചേർത്ത് വെച്ചു. ആ വന്ന ആള് രണ്ട് കൈയും വെച്ചു അലാ ഫഖ്ദൈഹി, അയാളുടെ രണ്ട് തുടയുടെ മേൽ. എന്നിട്ട് വഖാല, അദ്ദേഹം പറഞ്ഞു യാ മുഹമ്മദു അഖ്ബിർനി അനിൽ ഇസ്ലാം. ഈ ഇത്രയും പറഞ്ഞ വാക്കുകളിൽ മുഹദ്ദിസീങ്ങൾ ഒരുപാട് പാഠം നമ്മളെ പഠിപ്പിച്ചു. അതിലൊന്ന്, സഹാബാക്കൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന വലിയ പുണ്യമാണ്.
അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുഹബത്തിൽ ജീവിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരിൽ ഒരാളെ പറ്റിയും മോശമായി പറയാൻ അഹ്ലുസ് സുന്ന വൽ ജമാഅ സമ്മതിക്കുന്നില്ല. ചിലപ്പോൾ രണ്ട് സഹാബാക്കൾക്കിടയിൽ യുദ്ധമോ പോരാട്ടമോ കോലാഹലമോ ഇതൊക്കെ നമ്മൾ താരീഖിൽ വായിക്കുന്നുണ്ടാവും. അതൊക്കെ സംഭവിക്കാം, കാരണം അവരും എന്താണ്, മനുഷ്യരാണ്. പക്ഷെ അതുകൊണ്ട് അവരിൽ ഒരാളെ പൊക്കിയിട്ടും മറ്റേയാളെ താഴ്ത്തിട്ടും പറയാൻ നമുക്ക് അവകാശമുണ്ട്. ഏതുപോലെ, ഏത് സഹാബാക്കൾക്കിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളത്? ഒന്നാലോചിച്ച് നോക്കി. രണ്ട് നിങ്ങളെന്താണ് ദൂരെ പോയിരിക്കുന്നപ്പോ നമ്മളെ ഇഷ്ടമില്ലാത്ത പോലെ? അലിയും മുആവിയയും റളിയല്ലാഹു അൻഹുമാ. അലി റളിയല്ലാഹു തആല അൻഹുവും മുആവിയയുടെ ഉപ്പ ആരാണ്? മുആവിയയുടെ ഉപ്പ അറിയില്ല. ഇസ്മായിൽ ഉപ്പാന്റെ പേരെന്താ? അബ്ദുറഹ്മാൻ. അതിന്റെ ഉപ്പാലും അതിന്റെ ഉപ്പാലും ഇല്ല. നമുക്ക് ഏകദേശം അത്ര അറിയുന്നുണ്ടോ അല്ലേ? പക്ഷെ ഇപ്പൊ നമ്മളിത് അറിഞ്ഞില്ലേ? ഇതിനേക്കാൾ അധികം നമ്മൾ അറിയണമാരെ സഹാബാക്കളെ. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. കാരണം അവർ കന്നുജൂം, നമുക്ക് വഴികാട്ടുന്ന നക്ഷത്രങ്ങളാണ്. അബൂ സുഫിയാന്റെ മോനാണ്. അബൂ സുഫിയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ അല്ല, നോക്കട്ടെ ആർക്കറിയാം. ഭയങ്കര ഒരു ബന്ധമുണ്ട് അബൂ സുഫിയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. ഒരു കുൽഫി സമ്മാനം. ഇവിടെ ചൂട് കഴിഞ്ഞില്ലേ, ഇപ്പൊ കുൽഫിക്ക് സ്ഥാനമില്ല. സമീറിന്റെ വക ഒരു ഷെയ്ക്ക്, ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഷെയ്ക്ക്. നബിയും അബൂ സുഫിയാൻ തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും എനിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് കുടിക്കുകയും ചെയ്യും, അനസിന്റെ പേര് പറയും ചെയ്യും. സെക്രട്ടറി ചങ്ങയ്യല്ലേ. അമ്മോച്ചനും പുതിയാപ്പിളയാണ്. അബൂ സുഫിയാൻ അമ്മോച്ചനാണ്. റസൂലുള്ളാഹി തങ്ങൾ പുതിയാപ്പിളയാണ്. എന്താ മോളെ പേര്? ഭാര്യന്റെ പേര്. അബൂ സുഫിയാന്റെ ഏത് മോളെയാണ് റസൂലുള്ളാഹി കല്യാണം കഴിച്ചത്? എന്താണ് ഭായി? അല്ല, നോക്കി പൊട്ട മാമരയും പോലെ അറിഞ്ഞ ഏതെങ്കിലും മാങ്ങ വീണാലോ. ഉമ്മു ഹബീബ റംല ബിൻത് അബീ സുഫിയാൻ. ഉമ്മു ഹബീബ ഭയങ്കര സംഭവമാണ്. അബൂ സുഫിയാൻ ഒരിക്കലും, അബൂ സുഫിയാൻ മുസ്ലിം ആയിട്ടില്ല അന്നേരം, പിന്നെ മുസ്ലിം ആയതല്ലേ. ഒരിക്കൽ മോളെ കാണാൻ വേണ്ടിയിട്ട് മോളെ വലക്കേക്ക് വന്നു. അങ്ങനെ വീട്ടിൽ കയറിയപ്പോ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന വിരിപ്പുറത്തിന് മടക്കിയിട്ട് തട്ടപ്പുറത്ത് വെച്ചു. അദ്ദേഹം ചോദിച്ചു, മോളെ നിന്റെ ബാപ്പാനോട് നിനക്ക് അത്രയും ഒരു സ്ഥാനമില്ലാണ്ടായിപ്പോയോ? അതല്ല, മുഹമ്മദ് ഇരിക്കുന്ന വിരിപ്പിന് എനിക്ക് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ നീ എന്തിനാ മടക്കി വെച്ചത്? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ മുശ്രിക്കാണ്, നജസാണ്. ഇത് മുഹമ്മദ് റസൂൽ ഇരിക്കുന്ന വിരിപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള അർഹതയില്ല. അതുകൊണ്ടാണ് ഞാൻ മടക്കി വെച്ചത്. ദീൻ വേറെ, ഉപ്പാവും മാവും വേറെ. അതാണ് ദീൻ. ദീനിന്റെ അടുത്ത് പിന്നെ വേറെ ബന്ധങ്ങളോ സ്ഥാനങ്ങളോ ഒന്നുമില്ല. ഒക്കെ രണ്ടാം നമ്പർ. സുഫിയാനുള്ള മറുപടിയില്ല. ഒരു പരിശുദ്ധവതിയാണ് ഹബീബ റളിയല്ലാഹു അൻഹ. അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. അമ്മോച്ചനും പുതിയാപ്പിളയോ. ഒരു കാലത്ത് ഇസ്ലാമിന്റെ ശത്രു ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ നേതൃത്വം കൊടുത്ത ആള് പിൽക്കാലത്ത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകൻ മുആവിയ റളിയല്ലാഹു അൻഹു പിന്നീട്
ഖലീഫയായി അമീറുൽ മുഅ്മിനീനായി രാജ്യം ഭരിച്ചാണ്. 40 കൊല്ലം മുസ്ലിമീങ്ങളെ ഭരിച്ചു മുആവിയ ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹവും അലി ഇബ്നു അബീ ത്വാലിബും തമ്മിലാണ് യുദ്ധം. അലി റളിയല്ലാഹു അൻഹു മൂത്താപ്പന്റെ മോനുമാണ്, മോളെ ഭർത്താവുമാണ്, ചെറുപ്പത്തിൽ മുസ്ലിമായ ആളുമാണ്, സുഹാഹിത്തങ്ങൾക്ക് അബൂ സുഫിയാനേക്കാൾ ബന്ധമുള്ള ആളാണ്. പക്ഷെ യുദ്ധം നടന്നു. ഇതിലാരെ നമ്മൾ കുറ്റം പറയുന്നത്? രണ്ടാളെ പറ്റിയും ഒരു വാക്ക് പറയാൻ നമുക്ക് അവകാശമില്ല. രണ്ടാളും അവരവരുടെ സ്ഥാനത്തിനനുസരിച്ച് നമുക്ക് ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. പിന്നെ അവർ തമ്മിൽ നടന്നതോ അത് അവർക്കായി അവർ അല്ലാഹുവുമായിട്ട് തീർത്തോണം. നമുക്കിതിനെ പറ്റി ഒന്നും പറയാനില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരെ മുആവിയയെ റളിയല്ലാഹു അൻഹു വളരെ താഴ്ത്തി പറയും, വളരെ മോശമാക്കി പറയും. അത് ഡേഞ്ചറാണ്. അത് ഖവാരിജികളുടെ സ്വഭാവമാണ്, അത് സുന്നിന്റെ സ്വഭാവമല്ല. ഒരു സഹാബിയെ പറ്റിയും മോശമായി പറയാൻ പാടില്ല. അല്ലാഹ ഫീ അസ്ഹാബി, എന്റെ സഹാബാക്കളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, താബിഈങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ പണ്ഡിതൻ, താബിഈ മീൻസ് സഹാബാക്കളുടെ ശിഷ്യന്മാർ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേർക്ക് നേരെ കാണാത്ത ആളുകൾ, അവരിൽ ഏറ്റവും വലിയ പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളുടെ ഏറ്റവും താഴ്ന്ന സഹാബിയെക്കാളും താഴെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു നിമിഷം, ഒരു സെക്കൻഡ് മുസ്ലിമായി സഹകരിച്ച സഹാബി അദ്ദേഹത്തിന്റെ സ്ഥാനത്തിൽ എടുത്തെത്തൂല. 60 കൊല്ലം ഇൽമു പഠിച്ചും പഠിപ്പിച്ചും ജീവിച്ച താബിഈങ്ങളിലെ ഏറ്റവും വലിയ ആള് വരെ. അതാണ് സഹാബാക്കളുടെ പ്രത്യേകത. കാരണം അവരിൽ ഓരോരുത്തരും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേർക്ക് നേരെ കാണാനും മുസ്ലിമായി അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സഹവസിക്കാനും റസൂലുള്ളാഹിന്റെ നാവിന്ന് ഖുർആൻ കേൾക്കാനും ഇൽമു പഠിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ് സഹാബാക്കൾ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് നല്ലതേ പറയാവൂ, നല്ലതേ വിചാരിക്കാവൂ. ഇനി അവർക്കിടയിൽ ഏതെങ്കിലും ഒരു സഹാബിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ആവാം, ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അല്ലാഹു അഅലം. അത് അല്ലാഹു വിട്ടേക്കുക. ഒരു വാക്ക് അവരെ സംബന്ധിച്ച് മോശമായി പറയാൻ പാടില്ല. മക്ക വിജയത്തിന്റെ മുന്നോടിയായി ഉറക്കം വരുന്നുണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കര് വന്നാൽ നാട്ടിൽ കൊണ്ടിരുത്തും 1 മണിക്കൂർ. പിന്നെ ഉറക്കം ഉണ്ടാവില്ല, ഇരിക്കലും ഉണ്ടാവില്ല നാട്ടില്. ഇന്നലെ രാത്രി കറണ്ട് പോയി. യാ ഇലാഹി, കടക്കാനും കഴിയുന്നില്ല, ഉറക്കം വരുന്നില്ല. ഓരോടെ വെറുതെ കലപ്പി ദേഷ്യം പിടിച്ചു. ഞാൻ ചോദിക്കുന്നത് എന്ത് കളിയാ കളിച്ച രാത്രി? ചൂടമ്പാവും നരകത്തിൽ നിന്ന് കാക്കട്ടെ. ദുനിയാവിന്റെ ഈ ചൂട് നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല, ഉറക്കം വരുന്നില്ല. 70 ഇരട്ടി ശക്തമായിരിക്കും നമ്മുടെ നരകത്തിന്റെ ചൂട്. തീന്റെ മാത്രമല്ല, ആ തീന്റെ പുകന്റെ ചൂട് വരെ ജയിക്കാൻ കഴിയുന്നില്ല. പിന്നെ പാപികളായത് കൊണ്ടാണ് മഴ വരാത്തത്. നിങ്ങൾ നല്ല മനുഷ്യന്മാരായത് കൊണ്ടാണ് ഇവിടെ മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു മഴ നസീബാക്കി തരട്ടെ. നമ്മളെന്താ പറഞ്ഞു നിർത്തി? അല്ല, സഹാബിയിലെ ഇല്ല, ടച്ച് വിട്ടുപോയി. മക്ക വിജയത്തിന്റെ മുന്നോടിയായി നടന്നൊരു സംഭവം ഫത്ഹു മക്ക. അതായത് മദീനത്തിൽ നിന്ന് മക്കയിലേക്ക് പൂർണ്ണ അധികാരിയായി തിരിച്ചു വരാൻ പോവാണ്. മക്ക പിടിച്ചടക്കാൻ 10,000-ഓളം കുതിരപ്പട്ടാളക്കാരെയും കൊണ്ടാണ് വരുന്നത് മക്കത്തേക്ക്. ഒരു സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരാള്, വിഷയം രഹസ്യമാണ്, ആ പോക്ക് മക്കക്കാർ അറിയാൻ പാടില്ല, അങ്ങനെ പോകുന്നു. അതാണ് പ്ലാൻ, തർത്തീബ്. പക്ഷെ ഒരു സഹാബി മക്കത്തുള്ള ഒരു കുടുംബക്കാരൻ ഒരു കത്തെഴുതി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും മക്കത്തേക്ക് വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത് ചെയ്തു.
അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എഴുതിയതാണ്. കടയിൽ പോകുന്ന ആൾക്കാർക്കെല്ലാം മക്കത്ത് ബന്ധുക്കളായിട്ടും ചങ്ങാതിമാരായിട്ടും ആളുകളുണ്ട്. അവരൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ആരും ഒന്നും ചെയ്യൂല. സഹാബിക്ക് അങ്ങനെ ആരുമില്ല. അപ്പൊ പ്രശ്നമാണ്. അതുകൊണ്ട് നേരത്തെ കാലത്തെ അറിയിച്ചു. അല്ലാഹു റസൂലിന്റെ വഹയി വന്നു, ഇങ്ങനെ ഒരു കത്ത് പോയിട്ടുണ്ട്, ഒരു പെണ്ണാണ് കൊണ്ടുപോകുന്നത്, ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഇപ്പം പട്ടാളക്കാരൻ വിട്ടാൽ എന്ത് ചെയ്യാം, പിടികൂടാം. വിട്ടു. ആ പെണ്ണിനെ പിടിച്ചു, ഈ സഹാബിയെ പിടിച്ചു. സുഹായി ചോദിച്ചു, നീ എന്തിനാ ഇത് ചെയ്തത്? ഉമർ നിൽപ്പുണ്ട് അടുത്ത്. ഉമറോട് തന്നെ വാളൂരി. എനിക്ക് അനുവാദം എന്താ? നല്ലവന്റെ പെരടി വെട്ടി കൊന്നുകളയാൻ മുനാഫിഖാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമർ, ഇദ്ദേഹം ബദരിയാണെന്ന് നിനക്കറിയില്ലേ? ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് എന്ന് നിനക്കറിയില്ലേ? സുബ്ഹാനല്ലാഹി മാപ്പ് കൊടുത്തു. അതാണ് സഹാബാക്കൾ, പ്രത്യേകിച്ച് ബദരീങ്ങൾ, പ്രത്യേകിച്ച് മുഹാജിറുകൾ, ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നവർ. കുറെ കാറ്റഗറി ഉണ്ട്. അതുകൊണ്ട് അവരെ പറ്റി ഒന്നും പറയാനുള്ള അവകാശം നമുക്കില്ല. അവർ ഈ ഭാഗ്യം കിട്ടിയവരാണ്. നമ്മളങ്ങനെ ഇരിക്കുമായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ. തങ്ങൾ ദർസ് നടത്തി കൊടുക്കുകയാണ്. ക്ലോക്ക് നോക്കില്ല. പെട്ടെന്ന് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സാധാരണ മദീനയിലേക്ക് അല്ലെങ്കിൽ വഹയും കൊണ്ട് വരുന്നത് മനുഷ്യരുടെ കോലത്തിലാണ്. മനുഷ്യരുടെ കോലത്തിലല്ലാതെ മലക്കുകളെ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനും സാധ്യമേ അല്ല. അപ്പോഴാണ് ചില തങ്ങന്മാര് പറയുന്നത്, ആ മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. നാട്ടിലുണ്ട്. നൂറ ഹബീബില്ലേ, നൂറ ഹബീബ് ഒരു തങ്ങളുണ്ട്. നൂറ ഹബീബ് തങ്ങൾ പറഞ്ഞത് നമ്മുടെ സദസ്സിലേക്ക് ആ മലക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു, തങ്ങൾ കാണുന്നുണ്ട് പ്രസംഗിച്ചായിരുന്നു. മനുഷ്യർക്ക് കാണാൻ പറ്റില്ല. കാരണം മനുഷ്യർക്ക് മലക്കുകളെ അവരുടെ കോലത്തിൽ കാണാനുള്ള കൂവത്ത് മനുഷ്യന്റെ ശരീരത്തിന് ഇല്ല. ലൈംഗമ്പി ഇല്ലേ, ലൈംഗമ്പി എത്ര വോൾട്ടില് നമുക്ക് തൊടാൻ പറ്റും? ഇതിനെ പറ്റി ഈ ഫാന്റെ വയർ തൊടാൻ പറ്റുമോ? പിന്നെ ലൈംഗമ്പിയുള്ളൂ. ട്രെയിനോടുന്ന കമ്പിയോ ചില വീഡിയോസിൽ കാണുന്നില്ലേ, ചില ആൾക്കാരെ കത്തിപ്പോകുന്നത് ഒറ്റ സെക്കൻഡിൽ ഖലാസ്. മലക്കുകൾ 100 കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരെ താങ്ങാനുള്ള കൂവത്ത് മനുഷ്യന്റെ നഫ്സിന് ഇല്ല. അവിടെ അങ്ങനെ കാണാൻ കഴിയൂല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുസൂസിയത്തുള്ള ആളാണ്. നമ്മളെ പോലത്തെ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ റൂഹോ അത് വേറെ ലെവലാണ്. അതുകൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം 2 പ്രാവശ്യം ജിബ്രീലിന്റേതായ കോലത്തിൽ റസൂലുള്ളാഹി തങ്ങൾ കണ്ടിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, ഞാൻ കണ്ടു മശ്രിഖും മഗ്രിബും. കടപ്പുറത്ത് പോയിട്ടുണ്ടാവും. ബീച്ചിൽ പോയിട്ട് നമ്മൾ നോക്കുമ്പോ മുമ്പിൽ എന്താ കാണും? താഴെ കടല്, മുകളിൽ ഒരു മറയുമില്ലാത്ത ആകാശം അല്ലേ? അത് മുഴുവനും മറഞ്ഞു നിൽക്കുന്ന കോലത്തിലാണ് ഞാൻ കണ്ടത്. അത്ര വലിയ സൃഷ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അദ്ദേഹത്തിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു. ഓരോ ചിറകിൽ നിന്നും മുത്തുകളും പവിഴങ്ങളും താഴോട്ട് വീഴുന്നത് ഞാൻ കണ്ടു. അതിലൊരു ചിറക് ജിബ്രീൽ ഉയർത്തിയ ഈ ദുനിയാവ് മുഴുവൻ അതിൻ്റെ അടിയിലായി പോകും. അത്ര വലിയ സൃഷ്ടിയുള്ള റബ്ബിനെയാണ് ഈ മൊയന്തുകൾ വെല്ലുവിളിക്കുന്നത്. നിരീശ്വരവാദികൾ ജിബ്രീലിനെ ഉണ്ടാക്കിയ റബ്ബിനെയാണ് ജിബ്രീലിന്റെ ചിറകിന്റെ ഈ മൂലയില്ലാത്ത മനുഷ്യൻ വെല്ലുവിളിക്കുന്നത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. പൊട്ടനാണ് മനുഷ്യൻ. അവനൊന്നും ചിന്തിക്കാണ്ട് വെറുതെ ഖാലിഖായ റബ്ബിനെ വെല്ലുവിളിക്കുകയാണ്. മനുഷ്യൻ നമുക്ക് കാണാൻ പറ്റില്ല. സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹാബാക്കൾ ഉള്ളപ്പോൾ ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന ഒരു സഹാബിയുടെ കോലത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം സാധാരണ വിരൽ പതിവ്. ഒരു ദിവസം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ബാപ്പ അബ്ബാസിന്റെ കൂടെ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്ക് പോയി. അബ്ബാസ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾക്ക് അബ്ബാസ് ആരാണ്? അടപ്പയാണ്. പക്ഷെ നബി സലാം മടക്കുന്നില്ല. പിന്നെയും പറഞ്ഞു മടക്കുന്നില്ല, പിന്നെയും പറഞ്ഞു മടക്കുന്നില്ല. മൂപ്പർക്ക് ദേഷ്യം പിടിച്ചു.
മുമ്പ് പറഞ്ഞു മോനോട് അബ്ദുല്ലാനോട്, അബ്ദുല്ല നീ കണ്ടോ ഇപ്പൊ ദിവ്യനെ എന്റെ അനുജന്റെ മോനെ കണ്ടില്ലേ, ഞാൻ സലാം പറഞ്ഞിട്ട് മടക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല, മെയിലാക്കുന്നില്ല. അപ്പൊ അബ്ദുല്ല പറയാണ് അബ്ബാസിനോട് മോനുപ്പാനോട് പറയാണ്, അത് ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നോണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് നോക്കാത്തത്, ഇല്ലെങ്കിൽ നിങ്ങൾ വന്നാൽ പരിഗണിക്കാൻ നിൽക്കുവോ? പക്ഷെ ആരോട് സംസാരിക്കുന്നത് ഉപരി കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞ പശുവാഹിതങ്ങൾ വന്നു. അബ്ബാസ് പറഞ്ഞു, നീ ആരോടെങ്കിലും സംസാരിച്ചിട്ടില്ല, ഞാൻ കുറെ നേരമായിട്ട് സലാം പറഞ്ഞു, നീ സലാം മടക്കുന്നില്ല. അപ്പൊ ഇവൻ പറഞ്ഞു, മോൻ പറഞ്ഞു, നീ ആരോട് സംസാരിക്കുന്നത് കണ്ടു? സുവാഹിതൻ ചോദിച്ചോ അബ്ദുല്ലാഹിബിൻ അബ്ബാസിനോട്, നീ കണ്ടു? ഞാൻ കണ്ടു. ഇത് പറഞ്ഞു, അത് ജിബ്രീലായിരുന്നു. ജിബ്രീൽ എന്നോട് സംസാരിക്കുകയായിരുന്നു. ഉപ്പാക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ മോൻ അബ്ദുള്ള എന്ത് ചെയ്തു? മനുഷ്യന്റെ കോലത്തിലാണ് കണ്ടു. ആ ഒരു ശ്രേഷ്ഠത ആർക്കുണ്ടായിരുന്നു? അബ്ദുല്ലാഹിബിൻ അബ്ബാസിന് ഉണ്ടായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഇബ്നു അബ്ബാസിന്റെ വയസ്സ് എത്രയാണോ? 13 വയസ്സ്. പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്നത് ഈ സമുദായത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന പേരിൽ അറിയപ്പെട്ട ആരാണ്? അബ്ദുല്ലാഹിബിൻ അബ്ബാസ്. അങ്ങനെ ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. പിന്നെ ബദർ യുദ്ധത്തിൽ സഹാബാക്കൾ കണ്ടു, ഇറങ്ങി വരുന്ന തലപ്പാവ് ധരിച്ച ആളുകൾ ഇറങ്ങി വരുന്ന കാഴ്ച സഹാബാക്കളിൽ പലരും കണ്ടു. അല്ലാതെ നേർക്ക് നേരെ കാണാൻ സാധിക്കൂല. ഇദ്ദേഹം പറയും, ഒരാള് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ 2 പ്രത്യേകത. ഒന്ന്, ശദീദു ബയാദി അസ്തിയാബ്, ഏറ്റവും നല്ല വസ്ത്രം വെള്ള വസ്ത്രമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ വെള്ള വസ്ത്രം ഇട്ടാൽ ഉച്ചയാകുമ്പോൾ എന്താവും? കാപ്പിയോ കറുപ്പോ ആവും. അതുകൊണ്ട് ആരും വെള്ളയിടാത്ത, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ബസ്സിലൊക്കെ കയറിയാൽ ഒരു ദിവസം വെള്ള വസ്ത്രം ഇടാൻ പറ്റുള്ളൂ. പക്ഷെ ഏറ്റവും നല്ലത് വെള്ള വസ്ത്രം. റസൂലുള്ളാഹി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറവും വെള്ളയാണ്. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടിട്ടുണ്ട്? കളറും ഇട്ടിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യാം? കളർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. വെള്ളിയാഴ്ച പ്രത്യേകം എന്ത് സുന്നത്താണ്? വെള്ള വസ്ത്രം സുന്നത്താണ്. പെരുന്നാക്കോ കളർഫുൾ സുന്നത്താണ്. വെള്ളക്ക് എന്തുണ്ട്? ഒരു ഇല്ലേ, ഖുറാഫിയുടെ പരിപാടിയിൽ കിട്ടില്ല, കടപ്പുറത്തെല്ലാം വന്നാല് ഫുള്ള് വെള്ളം. ഇദ്ദേഹത്തിന്റെ വസ്ത്രം നല്ല ശദീദു ബയാദി സിയാബ്, നല്ല ഫുൾ വൈറ്റ് വസ്ത്രം, ഒരു പൊടിയില്ല, കറയില്ല, ഒന്നുമില്ല. അതേപോലെ ശദീദു സവാദി ശഅബ്, രോമങ്ങളെല്ലാം നല്ല ശക്തിയുള്ള കറുപ്പ്. അത് ശരിക്കും സൗന്ദര്യത്തിന്റെ അടയാളമാണ്. കറുപ്പ് ഭാഗങ്ങളെല്ലാം നല്ല കറുപ്പ്, വെളുത്തതൊക്കെ നല്ല വെളുപ്പ്. ഇത് സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ്. അത്ര നല്ല വൃത്തിയുള്ള സുഖനായ ഒരാള് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നാലോ യാത്രയുടെ അടയാളം കൊണ്ട് കാണുന്നില്ല. ഈ ഹദീസ് വാക്ക് പറയുമ്പോൾ മുഹദ്ദിസീങ്ങൾ പറയും, ഒരു ഇൽമിന്റെ മജ്‌ലിസിന് വരുമ്പം നമുക്കുണ്ടായിരിക്കേണ്ട രീതി ഇങ്ങനെയാണ്. എങ്ങനെ? നല്ല വസ്ത്രം ധരിച്ച് കുളിച്ച് മുടിയും താടിയെല്ലാം ചീകി മിനുക്കി അത്രയെല്ലാം കുറിച്ച് സ്പ്രേ എല്ലാം അടിച്ചിട്ട്